ഹായ് കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും വോയിസ് ഓഫ് ദേവയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ശ്രീ കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രത്തിലാണ്. ഇനി അമ്പലത്തിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള ഈ നടപ്പാതയിൽ വരച്ചിരിക്കുന്ന കല്ലുകളെല്ലാം ഓരോ ഭക്തരും സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. നല്ല എന്താ പറയുക, കാടും ഒക്കെ ആയിട്ട് നല്ലൊരു കുളിർമയുള്ളൊരു പ്രദേശമാണ്. 28 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ കാണാം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും 8 കിലോമീറ്റർ അകലെ മേദല എന്ന സ്ഥലത്താണ് ശ്രീ കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത്. ഉത്സവത്തിന്റെ സമയത്താണ് സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പം ഇന്ന് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. ഒരിക്കൽ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നത്ര വലിയ തിരക്കൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ആ കാണുന്ന വലിയ പാറയുടെ ഉള്ളിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാറ തുറന്ന് ദേവി അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. കല്ലിൽ നിർമ്മിച്ച ഒരു ഗുഹയിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലിൽ ഗുഹാക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. തൊഴുതോ ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയല്ല ഇത്. എന്താ പറയണ, ആ ഒരൊറ്റ കല്ലാണ് ആ താഴെ ഈ ബാക്കി കല്ലുകൾ ഇങ്ങനെ താങ്ങി നിർത്തിയേക്കണല്ലേ. എന്ത് രസാ നോക്കിക്കേ. എന്ത് കൂളിങ്ങാ അല്ലേ. ഒരു നമ്മളെ ഏതോ ഒരു കാട്ടിലോ ഏതോ ഒരു ലോകത്തെത്തിയ പോലൊരു ഫീലല്ലേ. ഇത് രസ, നിറയെ കല്ലുകൾ മാത്രം. ഓക്കെ, കണ്ട. കാടുണ്ട്. നോക്കി ആ ഒരു കല്ലിരിക്കണത് ഇത്ര ഈ ഒരു ഇതിന്റെ, പക്ഷെ അത് തൊട്ടിട്ടില്ല കേട്ടോ. ഈ കല്ലയിലേക്ക് അങ്ങോട്ട് തൊട്ടലില്ല. ഈ കല്ലയിലേക്ക് ആ കല്ലിലൊന്നും തൊട്ടിട്ടില്ല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഇവിടെ ഈ അടുക്കി വെച്ചിരിക്കുന്ന ചെറിയ കല്ലുകളെല്ലാം ഓരോ ഭക്തരും അവരുടെ വീട് പണികൾ ഒരു മുടക്കം കൂടാതെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് ചെയ്യുന്നൊരു വഴിപാടാണ്. പിന്നീട് അത് അവരുടെ വീട് പണിയെല്ലാം കഴിഞ്ഞ് അവർ വന്നിട്ട് ദേവിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വഴിപാട് ഇവിടെ നടത്തുന്നു. ആ വലിയൊരു പാറയ്ക്കുള്ളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രദക്ഷിണം ചെയ്യുന്നത് നമ്മൾ ആ ഒരു വലിയ പാറ തന്നെ പ്രദക്ഷിണം ചെയ്ത് ഇപ്പുറത്ത് വരണം. എനിക്ക് വീട്ടിൽ പോകണ്ടാന്ന്, ഇനി വേറെ എവിടെയെങ്കിലും പോകാന്ന്. പെൺകുട്ടികൾക്കൊക്കെ മുടി വളരാനായിട്ട് ഇവിടെ ഒരു വഴിപാടുണ്ട്. ഇവിടെ നമ്മൾ ചൂല് സമർപ്പണം എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിൽ ദേവി നമുക്ക് നന്നായിട്ട് മുടി വളരണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ദേവിക്ക് ചൂല് സമർപ്പിക്കുക എന്നുള്ളൊരു വഴിപാട് കൂടെ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. ഞാനും അത് ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ചൂല് അങ്ങനെയില്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇതെന്തോ കായ, മറ്റേ ഇതിൻ്റെ കായ, ലാങ്കിപ്പൂവിൻ്റെ കായ. അത്
ക്ഷേത്രത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പരിപാടിയായ ഭക്ഷണം കഴിക്കലിനേക്ക് പോവുകയാണ്. തേജുക്കുട്ടൻ വിശക്കണ പറഞ്ഞേ എങ്ങനെയാ തേജുക്കുട്ടനെ വെച്ചൊക്കെ തേജുക്കുട്ടൻ ഇവിടുന്ന് പഴം കിട്ടിയില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇവിടെ അവിടെ അടുത്ത് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്നും പഴം കിട്ടും. അത് കാരണം തേജുക്കുട്ടൻ പഴം വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പായം ഇനി നമുക്ക് വേറെ അമ്പലത്തിൽ പോയി. ഈ വഴി നമ്മൾ അമ്പലത്തിലേക്ക് എത്താനുള്ള വേറൊരു വഴിയാണ്. ഇതിലെ നമുക്ക് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് അമ്പലത്തിന്റെ തൊട്ട് താഴെ വരെ നമ്മൾ ആദ്യമേ വന്നില്ലേ ആ വഴിയിൽ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.